4 + 6 ഈ രണ്ട് സൈഡുകളും കൂട്ടി ഇൻറ്റു 2 കാരണം മൊത്തം 4 ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു 2 ഇൻറ്റു 1/2 ഇൻറ്റു 21. ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് നെക്സ്റ്റ് വീഡിയോ. ഇൻ ദ ഫിഗർ, the two bottom corners of a parallelogram are joined to a point on the top side. The area of the dark triangle in the figure is 5 square centimeters. What is the area of the parallelogram? അപ്പോൾ ഇവിടെ പടത്തിൽ തന്നിരിക്കുന്നത് ഈ സമാന്തരികത്തിൻ്റെ താഴെയുള്ള മൂലകൾ തമ്മിൽ ചേർത്ത് മൂലകൾ കൂട്ടി മുകളിലേക്ക് വരച്ചു. അപ്പോൾ ഇവിടുത്തെ ഡാർക്ക് ട്രയാങ്കിളിൻ്റെ അതിൻ്റെ പരപ്പളവ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ പാരലോഗ്രാമിൻ്റെ മുഴുവൻ ഏരിയ എത്രയായിരിക്കും? ഇപ്പോൾ ഈ പടത്തിൽ നോക്കുക, അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് വരച്ചേക്കുന്ന ലൈൻ പെർപെൻഡിക്കുലറാണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, ഹാഫ് BH ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം. ഇവിടെ ഏരിയ ഓഫ് പാരലോഗ്രാം A = BH, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാരലോഗ്രാമിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെയും ബേസും ഹൈറ്റും, ഇവിടെ പാരലോഗ്രാമിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആണ്. അതുപോലെ പാരലോഗ്രാമിൻ്റെ ഹൈറ്റും ട്രയാങ്കിളിൻ്റെ ഹൈറ്റും ഇവിടെ സെയിം ആണ്. അപ്പോൾ സെയിം ബേസ് ആണ്, സെയിം ഹൈറ്റ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ അതായത് ഹാഫ് BH = 5 എന്ന് നമുക്ക് കണ്ടു. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ, സാമാന്തരികത്തിൻ്റെ ഏരിയ BH = 2 ഇൻറ്റു 5 ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഏരിയ ഓഫ് പാരലോഗ്രാം 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The picture below shows the parallelogram formed by the intersection of two pairs of parallel lines. What is the area of this parallelogram and the perimeter? ഇവിടെ 2 പാരലൽ ലൈൻസുകൾ വീതം അത് ഇന്റർസെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പാരലോഗ്രാം, ഒരു സാമാന്തരികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിക്ചറിൽ നോക്കുമ്പോൾ അറിയാം, 2 സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ആണ്, സമാന്തര രേഖകളാണ്. ഈ സമാന്തര രേഖകൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഈ സാമാന്തരിക പാരലോഗ്രാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പിക്ചറിൽ നോക്കുക. ആദ്യത്തെ പാരലോഗ്രാം ആദ്യം നമ്മൾ എടുക്കുന്നത്, പാരലോഗ്രാമിൻ്റെ ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത് അടുത്ത സൈഡ്, നെക്സ്റ്റ് സൈഡാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. A = ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു, ആദ്യം ആ 4 സെൻറ്റിമീറ്റർ നമ്മൾ ബേസിൽ നിന്ന് എടുത്താൽ 4 ഇൻറ്റു, പടത്തിൽ നമുക്ക് വ്യക്തമാണ് അവിടുത്തെ ഹൈറ്റ്, 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റിനകത്ത് പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4 ഇൻറ്റു 3 ഈക്വൽ ടു നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ സൈഡ് വേണം, അത് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയയും, രണ്ടുപേരും പാരലോഗ്രാമാണ്,
ഏരിയ നമുക്ക് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ സൈഡ് എടുത്താൽ ആ രണ്ടാമത്തെ സൈഡിനെ നമ്മൾ ബേസ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഈ പാരലോഗ്രാമാണ് നമ്മൾ ബേസ് 4 എന്നെടുത്തു. അപ്പം അവിടെയുള്ള പാരലൈൻസ് നമ്മുടെ ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഹൈറ്റിന് അവിടെ ബേസ് 4 എന്നെടുത്തപ്പോൾ ഹൈറ്റ് 3 എന്നെടുത്തു. അങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ സൈഡ് കാണണമെങ്കിൽ അവിടെയുള്ള ആ സൈഡ്, ആ രണ്ട് പാരലൈൻസ് നമ്മുടെ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ ബേസ് ഇൻറ്റു ഹൈറ്റിനെ 2 എന്നെടുത്താൽ അപ്പോഴും ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയ അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സൈഡിനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത രണ്ടാമത്തെ സൈഡിനെ നമ്മൾ ബേസ് ആയിട്ട് വിചാരിച്ചു. പാരലോഗ്രാമിനെ ചെരിച്ച് വെച്ചു എന്ന് വിചാരിച്ചാൽ മതി. ബേസ് ആയിട്ട് വിചാരിച്ചു. അപ്പോൾ ഉള്ള ഹൈറ്റ് നമുക്ക് 2 ആണെന്നറിയാം. അപ്പോൾ ഏരിയ സെയിം ആണ്, കാരണം സെയിം പാരലോഗ്രാം തന്നെയാണ്. അപ്പോൾ ബേസ് ഇൻറ്റു 2 12 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പാരലോഗ്രാമിൻ്റെ സൈഡ്സ് ഈക്വൽ ടു ആദ്യം തന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ ആൻഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 6 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്റർ പി എന്ന് എഴുതി. പി ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 ഈ രണ്ട് സൈഡുകളും കൂട്ടി ഇൻറ്റു 2, കാരണം മൊത്തം 4 സൈഡ് ഉണ്ട്. ഒരേപോലത്തെ രണ്ട് സൈഡുകൾ വീതം. അങ്ങനെ 4ഉം 6ഉം അഡ്ജസ്റ്റൻ്റ് സൈഡുകൾ, അടുത്തടുത്തുള്ള രണ്ട് സൈഡുകൾ കൂട്ടി 4ഉം 6ഉം ഈക്വൽ ടു 10 ഇൻറ്റു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്. അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 ഇൻറ്റു 2 ഈക്വൽ ടു പെരിമീറ്റർ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ബിലോ. തന്നിരിക്കുന്ന പാരലോഗ്രാമിൻ്റെ ഏരിയ, സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ബേസ് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗണൽ ഈ പാരലോഗ്രാമിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ഈ സമാന്തരികത്തിൻ്റെ വികരണം ഇതിനെ 2 ത്രികോണങ്ങളാക്കി ഭാഗിക്കുന്നു. അപ്പോൾ ഈ 2 ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ ട്രയാങ്കിളാണ്, ഒരേ അളവുള്ള ട്രയാങ്കിളാണ്. ഇപ്പോൾ 2 ട്രയാങ്കിളുടെ ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്താൽ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ചെയ്യുന്നു, ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് ഹാഫ് ബി എച്ച് ആണെന്ന് അറിയാം. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് ഇതിൻ്റെ ഡയഗണൽ വിചാരിക്കുക. ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 6 സെൻറ്റിമീറ്റർ, 6 ഇൻറ്റു 3.5. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഈക്വൽ ടു 1/2 ഇൻറ്റു 21. ഇനി ഇവിടെ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 2 ഇൻറ്റു 1/2 ഇൻറ്റു 21 ഈക്വൽ ടു 2 ഇൻറ്റും കട്ടായി പോകും. അപ്പോൾ 21 സെൻറ്റിമീറ്റർ സ്ക്വയർ.